ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. അതിന് ചെറുതായി അരിഞ്ഞ വെണ്ടയ്ക്ക, ഒരു സബോള, 3 ഉണക്കമുളകും, ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും, പിന്നെ നാളികേരം. ആദ്യം ഒരു പാൻ ചൂടായി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും, നമ്മൾ നന്നായി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഉണക്കമുളകും, കറിവേപ്പിലയും, പിന്നെ നമ്മൾ ആ ഒരു സബോള നന്നായി ചെറുതാക്കി എരിഞ്ഞൊരു സബോളയും അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് ഇളക്കി പിന്നെ ഒരു പച്ചമുളകിനെ ഒരു 4ആയിട്ട് കീറിയിട്ട് ഒരു പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നാളികേരം ഇട്ടിട്ട് നന്നായി ഇളക്കി നമുക്കൊരു ബ്രൗൺ കളറായി വരണം, നന്നായി മുരിഞ്ഞൊരു ബ്രൗൺ കളറായി വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക് അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരിത്തിരി ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി